ആക്ച്വലി ഞങ്ങള് ലൈവ് ട്രേഡിൽ ഏറ്റവും മീൻസ് എല്ലാവരും ലൈവ് ട്രേഡിന് വരുന്നുണ്ടാവും പ്രോഫിറ്റ് എടുക്കാനായിരിക്കും. പക്ഷെ ഞങ്ങൾ അന്ന് കൺവേ ചെയ്യുന്ന പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ചാർട്ട് അനലൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് എന്തെല്ലാം കാര്യങ്ങൾ നോക്കാറുണ്ട്. ഇപ്പോൾ ലൈക്ക് നമ്മൾ ലൈവ് ട്രേഡ് ഒക്കെ എടുക്കുമ്പോൾ BTC-ലൊക്കെ ഉള്ള ട്രേഡ് ഒക്കെ ഉണ്ടെങ്കിൽ മുജീബ് എന്ത് ചെയ്യാറുണ്ട്, മുജീബ് bitcoin.org വെബ്സൈറ്റിൽ പോയിട്ട് ഈ പറയുന്ന പോലെ അതിൻ്റെ ട്രാൻസാക്ഷൻ മുതൽ നോക്കാറുണ്ട്. സോ അവർക്ക് മനസ്സിലാവണം നമ്മൾ ഇതൊക്കെ നമ്മൾ ഇത്ര പഠിച്ചിട്ടുള്ളൂ, ദെൻ ഇതിൻ്റെ ഒരുപാട് ഫാക്ടേഴ്സ് നമ്മൾ ഇനിയും പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ലാസ്റ്റ് വീക്ക് നമ്മൾ ഗോൾഡിലെ ട്രേഡ് ഒക്കെ എടുത്ത സമയത്ത് സ്റ്റുഡൻസ് ചോദിക്കേണ്ടായി, നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ നോക്കുന്നത്? ദെൻ അപ്പം നമ്മൾ ചോദിച്ച് ഇതൊക്കെ ഓൾറെഡി നമ്മൾ പഠിച്ചതല്ലേ, നിങ്ങൾ നോക്കാറുണ്ടോ? അവരിത് എന്ത് ചെയ്യാറില്ല, അവർ നോക്കാറില്ല. ഡയറക്റ്റ് പോയിട്ട് 15 മിനിറ്റ് ടൈം ഫ്രെയിം എടുക്കുക, പാറ്റേൺ വരക്കുക, ട്രേഡ് ചെയ്യുക, ഇതാണ് അവരുടെ മൈൻഡ്. ഉണ്ടാവും അവർ പഠിക്കുന്ന പാറ്റേൺ. ബേസിക്കലി നമ്മളും ഇത് ആരും പ്രശ്നമല്ല, അതൊരു മൈൻഡ് സിക്നസ് ആയിട്ട് മാത്രമേ. ഇപ്പൊ കഴിഞ്ഞ ദിവസം എനിക്കൊരു അവര് എനിക്കും ഞാനും പഠിച്ച സമയത്ത് ഐ ക്യാൻ ബി എ ബില്യണിയർ ഓർ മില്യണിയർ $1,000 $1,000 കൊണ്ട് എന്ത് സംഭവിക്കാൻ പറ്റും? എനിക്ക് മില്യണിയർ ആവാന്നുള്ള സ്വപ്നം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊരു നടക്കാത്ത, അതായത് 1000 ഇട്ടവനക്കും എന്തുണ്ടാവണം, $1,000 പ്രോഫിറ്റ് വേണം. 100,000 ഇട്ട ആൾക്കും 1000 പ്രോഫിറ്റ് വേണ്ടി. റിസ്ക് മാറുന്നുണ്ട്. റിസ്ക് അതാണ് എക്സാക്ട്ലി. ഏറ്റവും വലിയൊരു കോമഡി, നമ്മളിപ്പോ ട്രേഡിംഗ് എന്ന് പറഞ്ഞ ബിസിനസ് ആണല്ലോ, ഏത് ബിസിനസ്സിലാണ് $1,000 ബില്യണർ ആവാൻ പറ്റുന്നത്? പോസിബിൾ അല്ല, അത് ഇവിടെയും പോസിബിൾ അല്ല. അതാണ് അതിന്റെ ഒരു കീ ഫാക്ട്. അത് ആൾക്കാർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ തന്നെ അതൊരു നമുക്കത് എത്തിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയൊരു ഭാഗം.